പരാതി പരിഹാര ചർച്ചയ്ക്കിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് മർദ്ദനം. വൈക്കം വെച്ചൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിഷേകിനാണ് മർദ്ദനമേറ്റത്. പുളിക്കാശ്ശേരി വന്നിട്ട് പരാതിയിൽ എനിക്ക് പരിഹാര പ്രസിഡന്റായിരുന്നു. അവിടെ വെച്ച് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭീഷണിപ്പെടുത്തുന്ന സംസാരം എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രസിഡന്റ് അതിന് ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് ബാക്കി കാര്യം അറിയിച്ചുള്ളത് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇയാൾ ഉടനെ കസേര എടുത്ത് അടിക്കാനൊന്നും തടസ്സം പിടിക്കുന്നത് എന്നെ തല്ലി മറിച്ചിട്ട് ഗ്ലാസ് അല്ല ഇതിൻ്റെ ഷെൽഫിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് കസേര എടുത്ത് അടിച്ചു പൊടിച്ച് എനിക്കിട്ടും തല്ലി നെഞ്ചിട്ടൊക്കെ തല്ലി. ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്. ഭയങ്കര തെറിയായിരുന്നു, ചീത്തവിളിയായിരുന്നു. ഒരു ഓഫീസിൽ കയറി കാണിക്കാവുന്ന മാന്യതയല്ല അയാൾ കാണിച്ചുകൊണ്ടിരുന്നത്. വന്നപ്പോൾ തൊട്ട് പരാതി പരിഹാര ചർച്ചയ്ക്കിടയിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചായിരുന്നു മർദ്ദനം. വെച്ചൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിഷേകിനാണ് മർദ്ദനമേറ്റത്. കസേരകളും ഓഫീസ് അലമാരകളും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അംബിക മാർക്കറ്റ് സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാറാണ് മർദ്ദിച്ചത്. പൊതുസ്ഥലം കയ്യേറ്റ സംബന്ധമായ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ നെഞ്ചിനും കഴുത്തിനും പരിക്കേറ്റ അഭിഷേകിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അജിക്കും നിസാര പരിക്കുപറ്റിയിട്ടുണ്ട്. നമ്മൾ സിബി പുളിക്കാശ്ശേരി അംബിക മാർക്കറ്റ് തന്ന ഒരു പരാതിമേൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചതാണ് ഇവരെല്ലാവരും. ചർച്ച കഴിഞ്ഞായപ്പോഴാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഉണ്ണി വന്നപ്പോൾ തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഇയാൾ വന്നപ്പോൾ തന്നെ പരാതി നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം നിങ്ങളെ അറിയിക്കാം, പരാതി നമ്മളിവിടെ ഇന്നതാണ് ചർച്ച ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ പെട്ടെന്ന് തന്നെ വൈസ് പ്രസിഡൻറ്റ് എന്നോട് ചൂടാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ചോദിച്ചു, താങ്കളെന്താ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ എഴുന്നേറ്റ് നിന്ന് വൈസ് പ്രസിഡന്റിനോട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കാനുണ്ടായി. നമ്മൾ ചെയർ അവിടെ അത് തടസ്സപ്പെടുത്തി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിന്ന്, അതായത് പ്രസിഡന്റിൻ്റെ നെയിം ബോർഡ് എടുത്ത് വൈസ് പ്രസിഡന്റിനെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടി ചാടി എഴുന്നേറ്റ് നമ്മൾ നോക്കി. പക്ഷേ അപ്പോഴത്തേനും വൈസ് പ്രസിഡന്റ് നിലത്തിട്ട് ചവിട്ടി ശരിയാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കസേര എടുത്തിട്ട് തല്ലാൻ വേണ്ടി പോയി. ആ കസേര കൊണ്ടത് ഗ്ലാസ്സിനാണ്. അവിടെ നമ്മുടെ ഒരു ഷോക്കേസ് ഉണ്ടായിരുന്നു. ആ ഷോക്കേസ് പൂർണ്ണമായും അവിടെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് ഓഫീസ് റൂം നോക്കിയാൽ നിങ്ങൾക്കത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. നെയ്ബോർഡ് വെച്ച് അടിച്ചത്. കഴുത്തിൽ